ഇനി വരുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴായിട്ട് ഫേസ്ബുക്കിൽ വരുന്ന കമൻറ്റുകളാണ്. നമ്മൾ ആഫ്രിക്കയിലെ പല ബിസിനസ്സുകളെ വിളിക്കുമ്പോൾ സ്ഥിരം, അതായത് ഒരു പുതുമയും ഇല്ലാതെ ഒരു സ്ഥിരം വരുന്നൊരു കമൻറ്റാണ്, നിങ്ങൾക്ക് എന്നാൽ പിന്നെ ഈ ബിസിനസ്സൊക്കെ ചെയ്തുകൂടെ എന്നുള്ളത്. ഈ പറയുന്നതിന് പകരം നിങ്ങൾക്ക് കോടീശ്വരനായിക്കൂടെ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ രസമുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റേതായ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഈ ദൈവമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ അവർ ചെയ്യട്ടെ എന്നുള്ള ഇതും കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾ പലർക്കും കൊടുക്കുന്നത്. ഇനി അതിന് സപ്പോർട്ട് വേണമെങ്കിൽ ഞങ്ങൾ കൺസൾട്ടൻസി ബിസിനസ് ചെയ്യുന്നുണ്ട്. ബിസിനസ്സിനൊപ്പം തന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കൺസൾട്ടൻസി ബിസിനസ്, അതും നല്ല കാശ് വാങ്ങിച്ചുകൊണ്ട് ഉള്ള കൺസൾട്ടിംഗ് ആണ്. ഫ്രീ കൺസൾട്ടിംഗ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതും ബിസിനസ് തന്നെയാണ് ഞങ്ങൾക്ക്. പിന്നെ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ആഫ്രിക്കയിൽ പോയാൽ തല കാണുമോ? ജീവൻ കിട്ടിയാൽ ഭാഗ്യം. ഈ പറയുന്ന ആൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഫ്രിക്കയിൽ പോയിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടോ എവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന ഇൻഫർമേഷൻസിലാണെന്ന് പറയാം. കാരണം ആഫ്രിക്കയിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സും ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. അപ്പം ആഫ്രിക്കയിൽ എല്ലായിടത്തും പോകാൻ പ്രശ്നമുള്ള സാധനമല്ല. പിന്നെ ഇന്ത്യയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ചില സമയത്തൊക്കെ ചെന്ന് ചാടിയാൽ അത്ര സേഫ് ഒന്നും അല്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാവുന്നേ ഉള്ളൂ. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, ഒരാളുടെ ഒരു കമൻറ്റാണ്, ലുലു യൂസഫ് ഇന്ന് നിൻ്റെ ഓഫീസിൽ വരുന്നുണ്ട്, നിൻ്റെ അപാര ബിസിനസ് ഐഡിയ കുറച്ച് പഠിക്കാൻ വേണ്ടി നീ ഉണ്ടാകുമല്ലോ. റാഫി എന്ന് പറഞ്ഞൊരു മഹാത്മാവാണ് എനിക്ക് ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, യൂസഫിക്ക അല്ലെങ്കിൽ യൂസഫ് അലി സാറ് എന്താണെന്നുള്ളത് ഒരു ബോധവും ഇല്ലാത്തൊരുത്തനായിരിക്കും ഈ കമൻറ്റ് ഇട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഓഫീസിൽ വരേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഐഡിയയിലോ ഞാൻ പറയുന്ന ഓപ്ഷൻസോ ഇതെന്താണ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ പോലും ഈ ബിസിനസ്സൊക്കെ ഇവിടെ നടക്കുന്നത്. ഞാൻ ആകാശത്തുനിന്ന് അത്ഭുതങ്ങളൊന്നും അല്ല പറയുന്നത്, നാട്ടിൽ നടക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് വേണ്ടവർ ചെയ്യുക, വേണ്ടാത്തവർ ചെയ്യാതിരിക്കുക. മറ്റു ചിലർ ഇതേപോലെ കമൻറ്റ് തൊഴിലാളികളായി ഇങ്ങനെ കുത്തിയിരുന്ന് കമൻറ്റ് ഇടും. അപ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, നമുക്കൊരു ഇച്ചിരൂടെ റീച്ച് കിട്ടും. അപ്പം പിന്നെ മറ്റൊരാൾ ഒരു കശുവണ്ടിയുടെ ഇമ്പോർട്ടിനെ കുറിച്ച് ഞാനിട്ടൊരു പോസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കശുവണ്ടി ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ആധികാരികമായി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ കശുവണ്ടിയുടെ പടമാണ്. അതാണ് രസം. അപ്പം ഇതിലെ രസമുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലേക്ക് ചുമ്മാതൊന്ന്, അതായത് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിയാമല്ലോ അദ്ദേഹത്തിന്, അതുകൊണ്ടാണ് അദ്ദേഹം കമൻറ്റ് ഇട്ടത്. അപ്പം അദ്ദേഹം ഈ ഫേസ്ബുക്ക് ഇട്ടിട്ട് ഈ ഫേസ്ബുക്കിൻ്റെ യൂസ് ചെയ്യുന്ന ആ സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ നമ്മുടെ ഫോണിൽ കിട്ടും എന്ന് അദ്ദേഹത്തിന് അറിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ത്യ ഇങ്ങോട്ട് കഴിഞ്ഞ വർഷം ഇമ്പോർട്ട് ചെയ്ത കശുവണ്ടിയുടെ അളവ് എത്രയാണ്, ഇന്ത്യ എക്സ്പോർട്ട് ചെയ്ത പ്രോസസ്ഡ് കശുവണ്ടിയുടെ അളവ് എത്രയാണ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മണ്ടത്തരം അദ്ദേഹത്തിന് ഇവിടെ എഴുതേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അവിടെ പോയാൽ കാശ് അടിച്ചുകൊണ്ട് പോകും, തട്ടിപ്പിൽപ്പെടും. ഇവിടുന്ന് നിങ്ങളൊരു ആഫ്രിക്കക്കാരനെ പറ്റിക്കാം എന്ന് പറഞ്ഞാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ കാശ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഏതാണ്ട് 100%. അതായത് ഇവിടെ പലരും നമുക്ക് ബുദ്ധിമാനാകണം ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ, അതിബുദ്ധിമാനാകരുത്. ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അങ്ങോട്ട് ചെന്ന് ഞാൻ ആഫ്രിക്കക്കാരനെ പറ്റിച്ച് കുറേ കാശ് ഉണ്ടായിക്കൊണ്ട് ഇങ്ങോട്ട് പോരാം, അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഇങ്ങോട്ട് കാശ് വാരിക്കൊണ്ട് പോരാം എന്നൊന്നുമല്ല. ഇത് ഏത് ബിസിനസ്സും പോലെയുള്ള അപ്പ് ആൻഡ് ഡൗണുകൾ ഈ ബിസിനസ്സിലുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചുകൂടി അവസരങ്ങളുണ്ട്, ബെറ്റർ പ്രോഫിറ്റ് ഉണ്ട്. കാരണം എല്ലാവർക്കും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല ആഫ്രിക്ക, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമൊന്നുമല്ല ആഫ്രിക്ക. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ അവസരങ്ങളുള്ള രാജ്യങ്ങളിൽ പോയി, അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്ന ആൾ പറഞ്ഞ് കൃത്യമായി തരികയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഒരു പക്ഷേ പലപ്പോഴും ഇന്ത്യയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിലാണ് ആഫ്രിക്കയിൽ നിങ്ങൾക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇനി വളരെ സിമ്പിൾ, ഒന്ന് പോയി നോക്കൂ സാർ, അതായത് എന്നോട് അവിടെ ഒന്ന് പോയി നോക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിലെ രസകരമായ സംഭവം, അദ്ദേഹം എൻ്റെ പ്രൊഫൈൽ ഒന്ന് ചുമ്മാ അതൊന്ന് ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ഞാൻ പോയിട്ടുണ്ടോ ഇല്ലയോ, പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുക. കാരണം എന്നെ നേരിട്ട് കാണുന്ന ആൾക്കാർ എന്നോട് ഫസ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, അയ്യോ എപ്പം വന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ നാട്ടിൽ എന്നെ കാണുമ്പോൾ പലരും ചോദിക്കുന്നത് എപ്പോൾ വന്നു എന്നായോ, നാട്ടിലേക്ക് എപ്പോൾ വന്നു എന്നാണ് സാധാരണ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ അവിടെയാണ് അദ്ദേഹം എന്നോടൊന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്നത്. പിന്നെ ജീവൻ പണയപ്പെടുത്തി വേണം, ഈ കാശ് വേണോ ജീവൻ വേണോ, അത് സ്ഥിരം പറയുന്ന സാധനമാണ്. ആഫ്രിക്കയിൽ എല്ലാവരും കുത്തിയിരുന്ന് പിച്ചാത്തിയായിട്ട് വരുന്നവനെല്ലാം ഈ തല്ലിക്കൊല്ലാനായിട്ട് ഇരിക്കുമൊന്നുമല്ല. തട്ടിപ്പ് പിന്നെ സ്ഥിരം ഇത് തന്നെ, എന്ത് പറഞ്ഞാലും അതിൻ്റെ താഴെ തട്ടിപ്പ്. എനിക്കൊന്നും അറിവില്ലായ്മയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് തട്ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇവർ തട്ടിപ്പ് തന്നെ. എന്താണ്, ഇന്ത്യയിലേക്ക് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുന്ന തട്ടിപ്പാണോ, ഇന്ത്യയിൽ നിന്നൊരു സാധനം എക്സ്പോർട്ട് ചെയ്യുന്ന തട്ടിപ്പാണോ? ഇതൊന്നും തട്ടിപ്പല്ല. പിന്നെ തട്ടിപ്പിൻ്റെ പുറകെ പോയാൽ നിങ്ങൾ തട്ടിപ്പിൽപ്പെടും.
ആരെങ്കിലുമൊക്കെ തട്ടിക്കാനും വെട്ടിക്കാനും ശ്രമിച്ചാൽ നിങ്ങൾ തട്ടിപ്പിൽപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അവിടുന്ന് പിന്നെ ഇപ്പം അങ്ങനെയുള്ള കുറേ സംഗതികളാണ് ഈ പറയുന്നത്. എന്നാൽ ഇവർക്ക് നേരിട്ട് ഇമ്പോർട്ട് ചെയ്തുകൂടെ? അതായത് എന്തിനാണ് ഇവർക്കൊക്കെ ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡിൻ്റെ പറയുകയാണെങ്കിൽ എന്നാൽ പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ? അല്ലെങ്കിൽ കശുവണ്ടിയുടെ പറയുകയാണെങ്കിൽ ഇത് ഇവർക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ? അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് തന്നെ എക്സ്പോർട്ട് ചെയ്തുകൂടെ? ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യയിൽ മാനുഫാക്ചേഴ്സിനേക്കാൾ കൂടുതൽ, അതായത് എക്സ്പോർട്ടർ 2 തരത്തിലുണ്ട്, മാനുഫാക്ചർ എക്സ്പോർട്ടറുണ്ട്, മർച്ചൻറ്റ് എക്സ്പോർട്ടറുണ്ട്. ഇന്ത്യയിൽ മർച്ചൻറ്റ് എക്സ്പോർട്ടേഴ്സാണ് കൂടുതൽ. അതായത് ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്യുന്നവരിൽ ഭൂരിഭാഗത്തിനും സ്വന്തമായി മാനുഫാക്ചറിങ് യൂണിറ്റുകളില്ല. ഈവൻ നിങ്ങൾ ചില പ്രോഡക്റ്റുകൾ, ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന ചില പ്രോഡക്റ്റുകൾ എടുത്ത് വെച്ച് നോക്കിയാൽ അതിൽ 2 പേര് കാണും. മാനുഫാക്ചർഡ് ബൈ ഒരു ഇതും മാർക്കറ്റഡ് ബൈ വേറൊരു കമ്പനിയും കാണും. അതായത് മാനുഫാക്ചർ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് ഒരുപാടാണ്. ഈവൻ ആപ്പിൾ കമ്പനി പോലും അവരുടെ ഫോൺ മറ്റു പലരെയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മളെ ഇപ്പോൾ പറയുമല്ലോ, എന്തുവാ കിറ്റെക്സിൻ്റെ കാര്യം. കിറ്റെക്സ് ജോക്കിയുടെ അണ്ടർവെയർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കിറ്റെക്സ് ആണ്. വാൾമാർട്ടിന് വേണ്ടി ഡ്രസ്സ് ഉണ്ടാക്കുന്ന കിറ്റെക്സ് ആണ്. അതാണ് ഈ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഈ നെഗറ്റീവ് കമൻറ്റ് വന്നിടുന്ന ആൾക്കാരോട് വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ അവർ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന പലരുടെയും ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരൊക്കെ എൻ്റെ ഫോളോവേഴ്സാണ് കേട്ടോ. ഇവരെല്ലാം ഈ നമ്മൾ പറയുന്നത് ഇതാണ്, ഇങ്ങനൊന്നും ഇല്ല, അവസരം ഇല്ലെന്ന് പറയുമ്പോൾ പോലും ഇവർ വന്നിട്ട് എനിക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം അത്. ഈ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, അറ്റൻഷൻ സീക്കിങ്. ചില പിള്ളേരുണ്ടല്ലോ ചുമ്മാ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, അതായിരിക്കാം. പക്ഷെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്, അവർ പഠിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം ആസ് എ ഫോളോവർ ഐ വിൽ റെസ്പെക്ട് ദം. പക്ഷേ ഇതാണ് കാര്യം.